സുനിൽ കെ സുരേന്ദ്രൻ. ഞാൻ കളരി സ്പന്ദനത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററും കൂടിയാണ്. സുനിൽ കെ സുരേന്ദ്രനാഥ്. കളരി സ്പന്ദനം എന്നുള്ളൊരു ആധ്യാത്മിക കൂട്ടായ്മയാണ്. കളരി സ്പന്ദനം എന്നൊരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. അപ്പം അത് കൂടുതൽ ആധ്യാത്മിക വിഷയങ്ങളിലാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ വരുന്ന ജനുവരി 10-ാം തീയതി നീരാഞ്ജലി ഹാളിൽ വെച്ചിട്ട് സഹസ്രദളം എന്ന് പേരിട്ട് ഉള്ള ഒരു ആധ്യാത്മിക സംഗമം നടക്കുകയാണ്. ഔണേങ്കാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കരാണ് അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ പാലക്കാട് അദ്വൈതാശ്രമത്തിലെ സ്വാമി കൃഷ്ണാത്മാനന്ദ സ്വാമിയാണ് അതില് ആചാര്യനായിട്ട് വരുന്നത്. എടനാട് രാജൻ നമ്പ്യാരുടെ ചാക്യാർകൂത്ത്, വിവിധ കലാപരിപാടികൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അല്ല, ഇതിലിപ്പോ ഭദ്രദീപം തെളിയിച്ച് സ്വാമിയാണ് ഭദ്രദീപം തെളിയിച്ചതിന്റെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഞാൻ ഒന്നും പറയാം. ഇത് ആധ്യാത്മിക കളരി സ്പന്ദനം എന്ന് പറയുന്നത് 7 കൊല്ലത്തിലധികമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. ഇത്രയും കാലം കഴിഞ്ഞ 7 കൊല്ലമായിട്ടും ഇത് ഓൺലൈൻ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഓൺലൈൻ്റെ വിവിധ രംഗങ്ങളിലാണ് പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഇതിന് ആദ്യമായിട്ട് ഒരു പ്രഥമ ആധ്യാത്മിക സംഘം ആണ് നടക്കുന്നത്. ഒരു ഓഫ് സ്റ്റേജ് പരിപാടി ആദ്യമായിട്ട് നടക്കുകയാണ് 7 വർഷത്തെ പ്രവർത്തനത്തിൽ തുടർച്ചയായിട്ട്. അതാണ് നീരാഞ്ജലി ഹാളിൽ ഇപ്പോൾ ഈ 10-ാം തീയതി ശനിയാഴ്ച നടക്കുന്നത്. അപ്പൊ അതില് ഉദ്ഘാടനം അതിന് ഫോമൽ ഒരു പരിപാടി ആയിട്ടല്ല, ഒരു കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ഉണ്ട്, പാലക്കാട് ഓലശ്ശേരി ദയാനന്ദാശ്രമത്തിന്റെ മഠാധിപതിയാണ്. അദ്ദേഹമാണ് അത് മുഖ്യ പ്രഭാഷണം നടത്തി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം എന്നുള്ളൊരു ഫോർമാലിറ്റി ഉപയോഗിച്ചില്ല മാത്രമേ ഉള്ളൂ. മുഖ്യ പ്രഭാഷണം നടത്തുന്ന സ്വാമിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രഘുരാമണിക്കരാണ്. പിന്നെ ഇതിന്റെ വിശദമായ പ്രോഗ്രാം ഇതിനകത്തുണ്ട്. സംഘടനയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൃത്യമായ പരിപാടികൾ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ, അദ്ദേഹത്തിന്റെ പ്രഭാഷണമുണ്ട്. പിന്നെ കൂറ്റനാട് രാവുണ്ണിപ്പണിക്കര്, മണി മരത്താക്കര, പാലൂർ കൃഷ്ണമണിക്കര് 3 പേര് പ്രഭാഷണം നടത്തുന്നു. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം രാവിലെ, അത് ശനിയാഴ്ച 10-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5-5:30 വരെ നീളുന്ന ഒരു ഫുൾ ഡേ പരിപാടിയാണ് ഈ ആധ്യാത്മിക സംഘം എന്നുള്ള പരിപാടി, ആധ്യാത്മിക സത്സംഗം. അതില് മാതൃവന്ദനം, ആചാര്യവന്ദനം, കാവ്യവൈഭവം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഭക്തിഗാനസുധ, സംഗീതാർച്ചന, ഭജൻസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ഇതിൽ വേറെ ഒരു പരിപാടി രസമല്ല, സംഗീതാർച്ചനയുടെ ഘടം വായിക്കുന്നത് നമ്മുടെ ഈ തൃശ്ശൂർ പ്രസ് ക്ലബിന്റെ മെമ്പർ കൂടിയാണ് സുജിത്ത്. മനോരമയിലെ സീനിയർ എഡിറ്റർ സുജിത്ത് ഉണ്ട്. സുജിത്താണ് ഘടം വായിക്കുന്നത്. ഇതിലെ സംഗീതാർച്ചനയ്ക്ക് പ്രസ് ക്ലബ് മെമ്പർ കൂടിയാണ് എം സുജിത്ത്. ജസ്റ്റ് യാദൃശ്യമായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം പരിപാടികളൊക്കെയാണ് നടത്തുന്നത് നമ്മൾ ഈ ശനിയാഴ്ച. അതിന്റെ നല്ലൊരു കവറേജ് എല്ലാ പത്രങ്ങളും കൊടുക്കുക, അതിന്റെ ആ ദിവസം പരിപാടിയിൽ പങ്കെടുക്കുക, എന്നിട്ട് അന്നത്തെ പരിപാടിക്കും കവറേജ് കൊടുക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചീഫ് കോർഡിനേറ്റർ സുനിലാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഇതിന്റെ ആമുഖത്തിലും വിശദമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഭാഗവത പാരായണം, നാരായണീയ ഉത്സവം, കർക്കിടക മാസങ്ങളിൽ രാമായണ പാരായണ യജ്ഞം, പിന്നെ ശ്രീകൃഷ്ണ കർണാമൃതം, കൃഷ്ണഗാഥ, ഹരിനാമ കീർത്തനം, അങ്ങനെ വിവിധ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പാരായണം, വ്യാഖ്യാനം ഒക്കെ ചെയ്തിരുന്നതാണ്. ഇത് കേരളത്തിൽ അങ്ങോളമുള്ള കളരി സ്പന്ദനം എന്ന പേര് വരാൻ കാരണം തന്നെ അക്ഷര കളരികളി, അംഗക്കളരികളി എല്ലാം ഉൾപ്പെടുന്ന കളരികളെ ഉൾപ്പെടുത്തിയുള്ള കേരളത്തിൽ അങ്ങോളമുള്ള ഒരു പ്രസ്ഥാനമാണിത്. അതിൽ വിവിധ എല്ലാ തുറകളിൽ നിന്നുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രഭാഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്വാമി ചിദാനന്ദപുരി ആശംസ, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു ആദ്യം, പിന്നെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആശംസ തന്നിരിക്കുകയാണ് ചിദാനന്ദപുരി. കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമിയാണ് ഉദ്ഘാടനം പോലെ വിളക്ക് കൊളുത്തി തുടക്കം കുറിക്കുന്നത്, മുഖ്യ പ്രഭാഷണം. അതൊക്കെയാണ് അതിന്റെ പരിപാടി. ഈ പരിപാടിക്ക് നല്ല കവറേജ് വാർത്തയ്ക്ക് മുമ്പായിട്ട് നല്ല കവറേജ് വാർത്തയിലും ചാനലുകളിലും ആ ദിവസം എല്ലാവരും ക്ഷണിക്കും കൂടി ചെയ്യാണ്. ചീഫ് കോർഡിനേറ്റർ സുനിലാണ്, ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ രവീന്ദ്രൻ, ഒക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ പേര് ഇതിൽ രവീന്ദ്രൻ കളരിക്കൽ വെള്ളറക്കാട് എന്നുള്ള പേരാണ്. AK രവീന്ദ്രൻ. ഞാൻ അറിയാത്തവർക്ക് വിനീഷിന് അറിയാം. നമ്മുടെ പഴയ സുഹൃത്തുക്കളാണ് ജോയും മണ്ണൂരൊക്കെ. അന്നത്തെ കാലത്ത് ഞാൻ തൃശ്ശൂർ പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 7 കൊല്ലം DBL വർക്ക് ചെയ്തതാണ്.
അതിന് തൃശ്ശൂർ പ്രസ് ക്ലബിലൊക്കെ റിപ്പോർട്ടറായിട്ടും അപ്പുറത്തിരുന്ന് കുറെ പത്രങ്ങൾ അറ്റൻഡ് ചെയ്താണ് ജസ്റ്റ് പറയുന്നത് പറയുള്ളൂ. പിന്നെ മനോരമയിലായത് കുറെ കാലമായിട്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എൻ്റെ പേര് രവീന്ദ്രൻ, AK രവീന്ദ്രൻ എന്നാണ് ബൈലനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ റിട്ടയർ ചെയ്തു. ഇനി അദ്ദേഹത്തിന് ഞാൻ ശക്തിധരൻ. ഞാൻ വില്ലുമംഗലം പുത്തഞ്ചിറയിലാണ് താമസിക്കുന്നത്. ബോംബെയിൽ ഞാൻ റെയിൽവേയിൽ റിട്ടയറായി. എഞ്ചിനീയർ ആയിരുന്നു, റെയിൽവേയിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. റിട്ടയറായി ഇപ്പോൾ ഒരു 10-15 കൊല്ലമായി. ശക്തിധരക്കുറിപ്പ്. ഞാൻ ഭഗവത്ഗീത ഇതിൽ കളരിസ്പന്ദനത്തിൻ്റെ ഇതായിട്ട് പാരായണം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് കളരിസ്പന്ദനത്തോട് കൂടിയിട്ട് എൻ്റെ തുടക്കം. ഭഗവത്ഗീത ഞാൻ എൻ്റെ സിംപ്ലിഫൈഡ് ഭഗവത്ഗീത നോഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലുള്ളത്. ഇതിനാണ് എൻ്റെ. അപ്പോൾ അത്രയും ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്.